കെ ശൈലജയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ബോംബേറ്. ബൈക്കിലെത്തിയ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ഹരിഹരൻ പറഞ്ഞു. കാറിലെത്തിയ സംഘം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. പ്രതിരോധിക്കുമെന്ന് KK രമ MLA പറഞ്ഞു. എന്നാൽ പൊട്ടിയത് പടക്കമാണെന്ന് പോലീസ് അറിയിച്ചു. AK അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, പൊട്ടിയത് ബോംബോ പടക്കമോ? അരുൺ, നമ്മളിപ്പോൾ തേഞ്ഞിപ്പാലം പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഗേറ്റിന് സമീപത്ത് വെച്ച് പടക്കമാണ് പൊട്ടിയത്, വിഷുവിന് ഒക്കെ പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പടക്കമാണ് പൊട്ടിയത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നേരത്തെ ബോംബ് സ്ഫോടനമാണ് നടന്നത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നമുക്കറിയാം, ഈ വടകരയിലെ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ ഖേദപ്രകടനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ റിപ്പോർട്ട് ടിവിയുടെ ഒരു ചർച്ചയിൽ അദ്ദേഹം മഞ്ജു വാര്യരോടും അതോടൊപ്പം തന്നെ KK ശൈലജ ടീച്ചറോടും മാപ്പ് പറയാൻ താൻ സന്നദ്ധനാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തേഞ്ഞിപ്പാലത്തെ വീടിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു പടക്കം അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായതെന്നും താൻ ഭയപ്പെട്ടു പോയെന്നും തനിക്ക് പുറത്തേക്ക് വരാൻ ഭയമാണും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. അതായത് ബോംബ് സ്ഫോടനം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഹരിഹരൻ അതിന് മറുപടി നൽകുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ CPM-ലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് P. മോഹൻ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. P. മോഹൻ അടക്കം പങ്കുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയുണ്ട് എന്നുള്ള സംശയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തന്നത്. അതോടൊപ്പം തന്നെ KK രമയും ഇതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെ നടത്തി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരിരക്ഷ ഹരിഹരന് ഒരുക്കുമെന്നുള്ള കാര്യം കൂടിയായിരുന്നു പറഞ്ഞിരുന്നത്. നേരത്തെ ഉച്ചയോട് മുതൽ ഒരു കാറിൽ 6 അംഗ സംഘം ഈ വീടിന് റോന്തു ചുറ്റുന്നതായി ഉള്ള സംശയം അവർ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 2 അംഗ സംഘം ബൈക്കിലെത്തി, അതായത് ഇരുചക്ര വാഹനത്തിലെത്തിയ 2 അംഗ സംഘമാണ് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞതെന്നുള്ള ആരോപണമായിരുന്നു ഉയർന്നത്. ഏതായാലും പോലീസ് അത് നിഷേധിക്കുന്നു. ബോംബല്ല, പടക്കമാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഭീതി വിതയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം ഇതിന്റെ ഭാഗം എന്നുള്ള കാര്യമാണ് നമ്മൾ സംശയിക്കുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വടകരയിലും അതോടൊപ്പം തന്നെ ഹരിഹരന്റെ വീടിന് സമീപം പടക്കങ്ങളിൽ ഒന്നാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഒരു വസ്തുവല്ല പൊട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ് ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ SI നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം നിലവില്ല. പക്ഷേ ഭീതി വിതയ്ക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാറിൽ രാവിലെ മുതൽ കാറിൽ ഒരു 6 പേർ അവിടെ റോന്തു ചുറ്റുന്നുണ്ട്. അത് സംശയകരമായ സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചിരുന്നു, പക്ഷേ പോലീസ് എത്തിയില്ല എന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ സ്കൂട്ടറിലെത്തിയവർ ബോംബാണ് എറിഞ്ഞതെന്ന് അവർ പറയാൻ കാരണം ഉഗ്രസ്ഫോടനം അവർ കേട്ടു എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പോൾ പടക്കമാണെന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ഈ ഭീഷണി അവിടെ നിൽക്കുന്നു. ഗേറ്റിനടുത്തെത്തി അവർ ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു കാറിലുള്ളവർ. അതുമേൽ എന്താണ് പോലീസിന്റെ പ്രതികരണം? നേരത്തെ തന്നെ ഇത്തരത്തിൽ KK രമയെ ആയിരുന്നു അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. മലപ്പുറം SP തന്നെ വിളിച്ചെത്താൻ ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്ന തരത്തിലേക്കൊന്നും പോലീസ് പോയിരുന്നില്ല. പോലീസ് അക്കാര്യത്തിൽ ഇപ്പോൾ വിശദീകരിക്കുന്നുമില്ല. ഏതായാലും ഇപ്പോൾ പൊട്ടിയത് പടക്കമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. മറ്റൊന്ന്, ഹരിഹരൻ ഖേദപ്രകടനം നടത്തിയ Facebook പോസ്റ്റിന് താഴെ അദ്ദേഹത്തിന് ഭീഷണി സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം SP-യോട് ഇത്തരത്തിലുള്ള സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KK രമ വിളിച്ചു പറയുകയും ചെയ്തത്. പക്ഷേ രേഖാമൂലം ഒരു പരാതി നൽകിയതായുള്ള അറിവ് നമുക്ക് ഏതായാലുമില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നു. കൂടുതൽ പോലീസ് സംഘം അവിടേക്ക് എത്തും, അല്പസമയങ്ങൾക്കകം തന്നെ എത്തും. അതിനുശേഷം കൂടുതൽ പരിശോധനകൾ വീടിനകത്തും അതോടൊപ്പം വീടിന് സമീപ സ്ഥലങ്ങളിലൊക്കെ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഭീതി വിതയ്ക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാവാം ഇത്തരത്തിൽ പടക്കം എറിഞ്ഞത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്.